നന്മകൾ നമ്മൾ ചെയ്യുന്നതും നമ്മൾ 5 വഖത്ത് നമസ്കാരം പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചാൽ മുസല്ലയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് നമ്മൾ നമസ്കാരത്തിലേക്ക് കടന്നു പോകുന്നതും നോമ്പെടുക്കുന്നതും സക്കാത്തുകൾ കൊടുക്കുന്നതും നമ്മളെ കൊണ്ട് കഴിയുന്ന നന്മകൾ മുഴുവനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നതും എന്റെ പ്രിയമുള്ളവരെ എന്തിനെന്ന് ചോദിച്ചാൽ നമ്മൾ എന്നും പറയുന്നത് പോലെ നമ്മൾ പറയും നമുക്ക് വിജയിക്കണം നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ എന്ന്. അല്ലാഹുവിന്റെ പരമോന്നതമായ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട പരിശുദ്ധമായ സ്വർഗ്ഗലോകം എനിക്ക് ലഭിക്കണം, ആ സ്വർഗത്തിൽ വലിയൊരു ഇടം എനിക്ക് ലഭിക്കണം, ആ സ്വർഗത്തിന്റെ എല്ലാ അനുഭൂതികളിലൂടെയും എനിക്ക് കടന്നു പോകണം. നാളെ എനിക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യെ പിടിച്ചിട്ട് എനിക്ക് സ്വർഗത്തിൽ പോകണം, അവിടുത്തെ കരങ്ങളെ കൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കണം. എന്റെ പ്രിയമുള്ളവരെ, മഹ്ശറിൽ എനിക്ക് അർശിന്റെ തണൽ ലഭിക്കണമെന്ന് ഞാനും നിങ്ങളും എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് ദുആ ചെയ്യുന്നവരാണ്. നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. അതിനു വേണ്ടിയിട്ട് ഒരുപാട് സൽക്കർമ്മങ്ങൾ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ എല്ലാവരും ചെയ്യുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നമ്മൾ ജീവിക്കുമ്പോൾ അല്ലാഹുവിനെ കണ്ടറിയുമ്പോൾ പടച്ച തമ്പുരാനെ തന്റെ മനസ്സിലോട്ട് നമ്മൾ ചേർത്തി വെക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ നാം ചെയ്യുന്ന ഇബാദത്ത് മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത്. പടച്ച റബ്ബേ, എവിടെ വെച്ചാണ് ഏത് വസ്ത്രം ധരിച്ചിട്ടാണ്, ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ്, അല്ലാഹുവേ ഏതെല്ലാം രൂപത്തിലാണ് നീ പടച്ച തമ്പുരാന്റെ മുമ്പിൽ അല്ലാഹുവിന് വേണ്ടിയിട്ട് കരങ്ങൾ ഉയർത്തിയിട്ട് നീ ഇബാദത്ത് ചെയ്യുന്നത്, പടച്ചവനെ അതെല്ലാം നിനക്ക് വേണ്ടിയിട്ട് നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ സാക്ഷിയായിട്ട് കടന്നു വരുമെന്ന് അതാവിടുന്ന് എന്റെ പ്രിയമുള്ളവരെ മഹാന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട്. മഹാനായ സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിന് നമുക്ക് കാണാം, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമ്മൾ ഈ ലോകം മുഴുവനും നശിക്കുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ടല്ലോ. ഈ പ്രപഞ്ചം മുഴുവനും അവിടുന്ന് നശിക്കുമല്ലോ. അല്ലാഹുവേ പടച്ച റബ്ബേ, സൂര്യൻ അവിടുന്ന് ഉതിർന്ന് വീഴുന്ന സമയം നമുക്ക് വരാനുണ്ട്. ഈ കാണുന്ന മരങ്ങളും വൃക്ഷങ്ങളും എല്ലാം അവിടുന്ന് നശിക്കുന്ന ഒരു സമയം വരാനുണ്ട്. നമ്മൾ പടുത്തുയർത്തിയ കൊട്ടാരങ്ങളും കോട്ടകൊത്തളങ്ങളും വീടുകളും എല്ലാ ബിസിനസ് സാമ്രാജ്യം മുഴുവനും അല്ലാഹുവേ ഇവിടെ നശിക്കുന്ന ഒരു സമയം നമുക്ക് വരാനുണ്ട്. നക്ഷത്രങ്ങൾ മുഴുവനും തൂളികളെ പോലെ പടച്ച റബ്ബേ തരിപിടമായിട്ട് ഭൂമി ലോകത്തേക്ക് വിടരുകയാണ്. ഭൂമി ഇങ്ങനെ പിളർന്നുകൊണ്ട് പടച്ചവനെ പൊടിപടലങ്ങളായി മാറുകയാണ്. ഈ പ്രപഞ്ചത്തിലുള്ള സൃഷ്ടികൾ മുഴുവനും അവിടുന്ന് നശിക്കുകയാണ്. അങ്ങനത്തെ ഒരു സമയം പടച്ചവനെ എനിക്കും നിങ്ങൾക്കും വരാനുണ്ട്. നമ്മളതിങ്ങനെ കാണുന്ന ഒരു സമയം നമുക്ക് വരാനുണ്ട്. ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ ജനങ്ങൾ മുഴുവനും പടച്ചവനെ മണ്ണിനടിയിൽ നിന്ന് അവരെല്ലാവരും പുനർജന്മം നടത്താനിരിക്കുന്ന സമയമുണ്ട്. ഈ ലോകത്ത് പടച്ചവനെ പിന്നെ മലക്കുകളില്ല, മനുഷ്യരില്ല, മൃഗങ്ങളില്ല, വൃക്ഷങ്ങളില്ല, ഒന്നുമില്ല. അല്ലാഹുവിന് വേണ്ടിയിട്ട് പണിയെടുത്ത മലക്കുകൾ വരെ ഈ ദുനിയാവിൽ പിന്നെയില്ല. അങ്ങനത്തെ ഒരു സമയം നമുക്ക് വരാനുണ്ടല്ലോ. അത് അവിടുന്ന് മഹാനായ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. പടച്ച റബ്ബേ, ആ സമയത്ത് ജനങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. പല ആളുകളും പല പല കോലങ്ങളിലാണല്ലോ. ഖബറുകളിൽ നിന്ന് പല കോലങ്ങളിലായിട്ട് മനുഷ്യരിങ്ങനെ എണീറ്റുകൊണ്ട് പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവേ, ചില ആളുകൾ കുഷ്ഠരോഗികളെ പോലെയാണ്, ചില ആളുകൾ നായകളെ പോലെയാണ്, പന്നികളെ പോലെയാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ, പിൻദ്വാരവും മുൻദ്വാരവും വലിച്ചു കൊണ്ടുവരുന്നവരുണ്ട്. ഉഹുദ് മലയോളം പിൻദ്വാരവും മുൻദ്വാരവുമായിട്ട് കടന്നു വരുന്നവരുണ്ട്. നാളെ അല്ലാഹുവിന്റെ പരലോകത്തേക്ക് പല പല കോലങ്ങളിലായിക്കൊണ്ട് പടച്ചവനെ മനുഷ്യര് കടന്നു വരികയാണ്. നാളെ മുഖം പ്രകാശിച്ചുകൊണ്ട് കടന്നു വരുന്നവരുണ്ട്, പുഞ്ചിരിച്ചുകൊണ്ട് കടന്നു വരുന്നവരുണ്ട്, അർശിന്റെ ചുവട്ടിലായിട്ട് നിൽക്കുന്നവരുണ്ട്. എന്നാ വിയർപ്പിൽ മുങ്ങിയിട്ട് പൊങ്ങിത്താഴ്ന്നിട്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹു ഒരാളുടെ ശരീരത്തിൽ പോലും പടച്ചവനെ ഒരു നൂൽബന്ധ പോലും ഇല്ലല്ലോ.
അങ്ങനെ നാളെ പടച്ചു തമ്പുരാന്റെ പരലോകത്ത് പല പല കോരങ്ങളിലായിട്ട് മനുഷ്യരിങ്ങനെ വന്നു നിൽക്കുമ്പോ അത് അവിടുന്ന് മഹാനായ സെയ്ദ് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അതാ പടച്ച റബ്ബേ, അവനിതാ പടച്ചവനെ ഇങ്ങനെ വല്ലാതെ പ്രയാസപ്പെട്ട് വേദനയോടെ നിൽക്കുമ്പോൾ ആ ഇബാദത്ത് ചെയ്തുകൊണ്ട് ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ സങ്കടപ്പെട്ടുകൊണ്ട് ഏത് സമയത്തും പടച്ച റബ്ബിനെ തന്റെ ഹൃദയത്തോട് ചേർത്തുകൊണ്ട് ഇബാദത്തുകളിലൂടെ മുഴുകി നടന്ന മനുഷ്യനുണ്ടല്ലോ, അവൻ നാളെ പള്ളിയിലേക്ക് കടന്നു പോകുമ്പോ, അവൻ ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിലേക്ക് കടന്നു പോകുമ്പോ കൂട്ടുകാരെല്ലാവരും കളിയാക്കിയവനാണ് പടച്ചവനെ, നീ മാത്രമുള്ളടോ ലോകത്ത് നിസ്കരിക്കുന്നവന്, നീ മാത്രമല്ലടോ ഇവിടെ വലിയ ആളെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവേ തൊപ്പിയിട്ട് ധരിക്കുമ്പോ, പടച്ച റബ്ബേ തൊപ്പി ധരിച്ചിട്ട് നടക്കുമ്പോ, നെരിയാണിക്ക് മുകളിൽ തുണിയെടുത്തിട്ട് നടക്കുമ്പോ, വെള്ള വസ്ത്രം ധരിച്ചിട്ട് നടക്കുമ്പോ, പടച്ച റബ്ബേ മുടി ക്രോപ്പ് ചെയ്യാതെ നല്ല രീതിയിൽ വെട്ടിയിട്ട് നടക്കുമ്പോ, കയ്യില് തസ്ബീഹ് മാല പിടിച്ചിട്ട് നടക്കുമ്പോ അല്ലാഹുവേ കളിയാക്കിക്കൊണ്ട് നടന്നിരുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിലൊന്നും പതറാതെ, ആ കളിയാക്കലൊന്നും പടച്ചവനെ തളരാതെ അല്ലാഹുവിന് വേണ്ടിയിട്ട് 5 വഖത്ത് നമസ്കരിച്ച് തഹജ്ജുദ് നമസ്കരിച്ചിട്ട് എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ ദുആ ചെയ്യുകയാണെന്ന ഉത്തമ വിശ്വാസത്തോടെ എന്റെ റബ്ബിന്റെ കൂടെയുണ്ടല്ലോ, ആ റബ്ബിനെ ഞാൻ ശുക്ർ ചെയ്യൽ എനിക്ക് കടമയാണല്ലോ എന്നവിടുന്ന് വിചാരിച്ചുകൊണ്ട് പടച്ചു തമ്പുരാന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞിട്ട് റബ്ബിന്റെ മുമ്പിൽ ദിക്റിലും ഫിഖറിലുമായി അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിച്ച മനുഷ്യനാ നാളെ യഥാ പടച്ചവനെ, നാളെ പരലോകത്ത് നിൽക്കുമ്പോ നീ പരാജയപ്പെടൂല, നീ അവിടുന്ന് വിഷമം അനുഭവിക്കുന്നില്ല. അതാവിടുന്ന് പടച്ചവനെ മഹാനായ അസ്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, അതാവിടുന്ന് പറയുകയാണ്, അവനിങ്ങനെ പരലോകത്ത് പടച്ചു തമ്പുരാന്റെ പരലോകത്ത് നിൽക്കുമ്പോൾ അതാവനെടുത്തിരുന്ന വസ്ത്രമുണ്ടല്ലോ, അവനെ ഇബാദത്ത് ചെയ്യാൻ കയ്യിൽ കരുതിയിരുന്ന തസ്ബീഹ് മാലയുണ്ടല്ലോ, പടച്ചവനെ അവന് കയ്യിൽ കരുതിയിരുന്ന തൊപ്പിയുണ്ടല്ലോ, അവൻ നിസ്കരിക്കാനെടുത്തിരുന്ന മുസല്ലയുണ്ടല്ലോ, എവിടെ വെച്ചിട്ടാണ് അവൻ നമസ്കാരത്തിന്റെ നേതൃത്വം കൊടുക്കുന്നത്, അതെല്ലാം അവന്റെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് പറയുകയാ, നീ വിഷമിക്കണ്ട മോനെ, നീ വിഷമിക്കണ്ട മോനെ, നിനക്ക് ഞങ്ങൾ കൂട്ടിനുണ്ട്, നിന്റെ കൂടെ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നിനക്കത് തുണയാണെന്ന് അതാവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ നിനക്ക് തുണയാകുമെന്ന് അതാവിടുന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പഠിപ്പിക്കുന്നത്. നീ നാളെ പരാജയപ്പെടില്ല, നീ നാളെ പരാജയപ്പെടില്ല. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നിന്നെ കൊണ്ടുവരുന്ന സമയമുണ്ടല്ലോ, അവിടെ നീ പുഞ്ചിരിക്കുകയാണ്, അവിടെ നീ പുഞ്ചിരിക്കുകയാണ്. നിന്നെ പരലോകത്ത് ചിരിപ്പിക്കാൻ ആളുകളുണ്ടടാ. നീ അവിടെ നിന്ന് ഇവരിങ്ങനെ കടന്നു വരുമ്പോ ചോദിക്കും, എത്ര നിങ്ങളാരാ, നിങ്ങളാരാ, നിങ്ങളാരാണ് എന്റെ അടുത്തേക്ക് കടന്നു വന്നതെന്ന് ചോദിക്കുമ്പോൾ അതാവിടെന്ന് പറയുകയാണ്, നീ ഞങ്ങളെ അറിയുന്നില്ലേ, നീ ഞങ്ങളെ അറിയില്ലേ, നീ ഇന്നാരിന്റെ സ്ഥലത്ത് വെച്ചിട്ട് എന്റെ പേരിലാ നിസ്കരിച്ചത്, നീ നിസ്കരിച്ച മുസല്ലയാണ് ഞാൻ, നീ തസ്ബീഹ് ചൊല്ലിയ തസ്ബീഹ് മാലയാണ് ഞാൻ, പടച്ചവനെ നീ നിസ്കരിച്ചപ്പോൾ ധരിച്ചിരുന്ന വസ്ത്രമാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ മുമ്പിലേക്ക് പടച്ചവനെ ഇതാ നീ നിസ്കരിക്കാൻ ഉപയോഗിച്ചിരുന്ന ഓരോ വസ്തുക്കള്, തസ്ബീഹ് ചൊല്ലാൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കള്, നന്മ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കള് നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമെന്നതാ പ്രവാചകം പഠിപ്പിക്കുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പഠിപ്പിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, തിന്മക്കും അങ്ങനെ തന്നെയാണല്ലോ, തിന്മക്കും നാളെ അങ്ങനെ തന്നെയാണ്. നാളെ പരലോകത്ത് നമ്മുടെ കൈകളും കാലുകളുമല്ലേ സംസാരിക്കുന്നത്, നമ്മുടെ നാക്ക് അവിടെ നിന്ന് സീൽ വെക്കപ്പെടുന്ന സമയമാണല്ലോ. അല്ലാ അല്ലാ
കൈകാലുകൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. പിന്നീട് നമ്മുടെ നാക്കല്ല സംസാരിക്കുന്നത്. ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ കടന്നു പോകുമ്പോ പടച്ചവനെ ഇവിടെ നമുക്ക് കഴിച്ചിലാകാൻ എത്രയോ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. മറ്റുള്ളവന്റെ സ്വത്ത് അപഹരിച്ചിട്ട്, മറ്റുള്ളവനെ കൊല ചെയ്തിട്ട്, മറ്റുള്ളവനെ ആക്രമിച്ചിട്ട് പടച്ചുറമ്പേ കോടതി വരാതയിൽ കയറിയിറങ്ങുമ്പോ അല്ലാഹുവേ പണമുണ്ടോ മോനെ നിന്റെ കയ്യില്? നിനക്ക് വാദിക്കാൻ വേണ്ടി, നിനക്കെതിരെ വരുന്നവർക്ക് വേണ്ടി പടച്ചുറമ്പേ അവർക്കെതിരായി കൊണ്ട് നിന്റെ മുമ്പിൽ പണമുണ്ടെങ്കിൽ കോടതിയുടെ വരാതയിൽ നീ എറിഞ്ഞു കൊടുത്താൽ 100 ആളുകൾ നിനക്ക് സപ്പോർട്ടായിട്ട് കൂടെ വരുമല്ലോ. അല്ലാഹുവേ നമുക്ക് കാണാം കോടതിയുടെ മുമ്പില് നമുക്ക് കാണാം പടച്ചവനെ കണ്ണ് കെട്ടിയിട്ട് ത്രാസ് പിടിച്ചിട്ട് ഒരു വാളും കയ്യെ പിടിച്ചിട്ടുള്ള ഒരു പ്രതിമയെ നമുക്ക് കാണുമല്ലോ. എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് അതിന്റെ അർത്ഥം എന്നറിയോ? പടച്ചവനെ കണ്ണ് കെട്ടി മുഖം നോക്കാതെ, പണം നോക്കാതെ, സൗന്ദര്യം നോക്കാതെ, വർണ്ണം നോക്കാതെ അവിടുന്ന് വിധി പറയുന്നവനാണ്, നീതിപീഠമാണെന്ന് പറയുമ്പോൾ ഇന്നതെല്ലാം പേരിന് മാത്രമായി മാറുമ്പോൾ പടച്ചുറപ്പേ കുറ്റവാളികൾ ഇന്നും സമൂഹത്തിന്റെ മുമ്പിലൂടെ പടച്ചവനെ എല്ലാതെ അഹങ്കാരത്തോടുകൂടെ അവരെല്ലാം സ്വാതന്ത്ര്യത്തോടുകൂടെ ഇന്ന് കുറ്റവാളികൾ നടന്നു പോകുമ്പോ പടച്ചുറപ്പേ പാവപ്പെട്ട ഇരകളാക്കപ്പെട്ടവര്, മക്കളെ നഷ്ടപ്പെട്ടവര്, ഭർത്താവിനെ നഷ്ടപ്പെട്ടവര്, ഭാര്യ നഷ്ടപ്പെട്ടവര്, മാനം നഷ്ടപ്പെട്ടവര്, സ്വത്ത് നഷ്ടപ്പെട്ടവര്, അല്ലാഹുവേ നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് നിരപരാധികളായ പാവപ്പെട്ടവര്, ഇന്നും എത്രയോ വീടിനുള്ളിൽ നീതി കിട്ടാതെ പ്രയാസപ്പെടുന്നവരുണ്ടല്ലോ. അവരൊക്കെ ചാനലിന്റെ മുമ്പിൽ പോയിട്ട് പൊട്ടിക്കരയുകയാണ്. ഞങ്ങൾക്ക് ഇന്ന് നീതി ലഭിച്ചിട്ടില്ല, ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല, ഞങ്ങൾക്ക് പടച്ചവനെ ഒന്നും തന്നെ ലഭിക്കുന്നില്ലെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന എത്രയോ വാപ്പമാരെ, ഉമ്മമാരെ പടച്ചവനെ നമ്മൾ കാണുന്നുണ്ട്, സഹോദരങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. അല്ലാ എന്നാ നാളെ പടച്ചു തമ്പുരാന്റെ മുമ്പില് ദുനിയാവിൽ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി കൊന്നവന്റെ കത്തിയുണ്ടല്ലോ, ആ കത്തി നീ പല രൂപത്തിൽ നീ മാറ്റിയെടുത്തിട്ടുണ്ടാകാം, നീ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടാകാം. നാളെ പടച്ചു തമ്പുരാന്റെ മുമ്പിൽ നീ കൊല ചെയ്യപ്പെട്ട കത്തിയും നീ ഉപയോഗിച്ച വാഹനവും എല്ലാം നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് വരുമല്ലോ. മോനെ ഓരോ സെക്കൻഡുകളിലെ തെളിവുകളുമായിട്ട് നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ വന്നു നിൽക്കുന്ന സമയമാണ്. ഇവിടെ നീ നന്മ ചെയ്തു കഴിഞ്ഞാൽ, ഇവിടെ നീ നിസ്കരിച്ചാൽ അതിന്റെ എല്ലാ കാര്യങ്ങളും നിനക്ക് വേണ്ടി സാക്ഷിയായിട്ട് നന്മകളുമായിട്ട് നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ എന്ന പോലെ തന്നെ ദുനിയാവിൽ തെറ്റ് ചെയ്താലും അങ്ങനെ തന്നെയാണ്, ദുനിയാവിൽ തെറ്റ് ചെയ്താലും അങ്ങനെ തന്നെയാണ്. പടച്ചവനെ ദുനിയാവിൽ ചെയ്യുന്ന തെറ്റുകൾക്ക് അല്ലാഹുവേ പടച്ച റബ്ബേ സാക്ഷികളായിട്ട് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് എല്ലാം കടന്നു വരും മോനെ, എല്ലാം കടന്നു വരുമല്ലോ. അതാണ് മഹാനായ അസ്ലം റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുന്നത്. നാളെ നിന്റെ മുമ്പിലേക്ക് വന്നുകൊണ്ട് പരലോകത്ത് വെച്ചിട്ട് നിന്നെ സമാധാനിപ്പിക്കുകയാണ്. നീ വിഷമിക്കണ്ട, നീ ഇവിടെ തളരണ്ട, നീ ഭയപ്പെടേണ്ടതില്ല. നിന്നെ അവിടുന്ന് വല്ലാത്ത സമാധാനം തന്നിട്ട് പടച്ചവനെ നിന്നെ സമാധാനിപ്പിക്കുമെന്ന് അതാവിടുന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്. ആ സമയത്ത് അവിടുന്ന് സത്യവിശ്വാസിയായ മനുഷ്യൻ അവിടുന്ന് ചോദിക്കുന്നുണ്ട്, അല്ലാഹു തആല നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ, നിങ്ങൾ ആരാണെന്ന് പറയുമോ? നിങ്ങൾ ആരാണെന്ന് പറയുമോ? പടച്ചവനെ ആ സമയത്ത് പറയുന്ന കാര്യം എന്തെന്നറിയോ? അവിടുന്ന് നൽകുന്ന മറുപടി എന്താണെന്നറിയോ? നിങ്ങൾ എന്നെ അറിയില്ലയോ? നിങ്ങൾ ഞങ്ങളെ അറിയില്ലയോ? ഞാൻ ദുനിയാവിലും ഖബറിലും നിന്റെ കൂട്ടുകാരനായിരുന്നു. ഞാൻ നിന്റെ കർമ്മങ്ങളാണെന്ന് ഓരോന്നും അവിടുന്ന് പറയുകയാണ്. അത് നല്ലതിനായാൽ
നീ നല്ല രൂപത്തിൽ കണ്ടു. പടച്ചവനെ, ദുനിയാവിൽ വെച്ചിട്ട് നീ നല്ല രൂപത്തിലാണ് നീ ഞങ്ങളെ കണ്ടത്. അതുകൊണ്ട് പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങൾ ഇതാ നിനക്ക് വേണ്ടിയിട്ട് നിന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. നീ ഇവിടെ വിഷമത്തിലാണെന്ന് ഞങ്ങൾക്കറിയാം പടച്ച റബ്ബേ, അതുകൊണ്ട് നീ വിഷമിക്കണ്ടെന്ന് അതാ അവിടുന്ന് ഓരോ നന്മകളും അവിടുന്ന് പറയുകയാ. ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ കടന്നു പോയപ്പോൾ എല്ലാ ഭാരങ്ങളും സഹിച്ചിട്ട് നീ ഞങ്ങളെ ചുമന്നുകൊണ്ട് നടന്നവനാണ്. നീ ഞങ്ങളെ അല്ലാതെ തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് നിന്നവനാണ്. അതുകൊണ്ട് നിനക്ക് പ്രയാസം വരുന്ന സമയങ്ങളിലെല്ലാം ഞങ്ങൾ നിന്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാ പ്രിയമുള്ളവനെ കടന്നു വരുന്നത്. അതാവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടല്ലേ നമ്മെ പഠിപ്പിച്ചത്, വയുനജ്ജി അല്ലാഹുല്ലദീന തഖൂ ബിമഫാസതിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറഞ്ഞതെന്താണ്? തഖ്വയോടുകൂടെ ജീവിച്ചവരെ അല്ലാഹു തആല രക്ഷപ്പെടുത്തുന്നതാണ്, സുരക്ഷിതമായ സ്ഥാനത്തേക്ക് എത്തിക്കുമെന്ന്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹനെ മറക്കാതെ പടച്ചു തമ്പുരാനെ മുറുകെ പിടിച്ചിട്ട് ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നമ്മൾ നടന്നാൽ, ഇത് എന്റെ ഭാര്യയാണ്, എന്റെ മക്കളാണ്, എന്റെ കുടുംബമാണ്, അവരുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം എന്നിലാണ്, അതെല്ലാം എന്റേതാണെന്ന് വിചാരിച്ചുകൊണ്ട് ദുനിയാവിലൂടെ കടന്നു പോയാൽ അല്ലാഹ് നമ്മെ കൈവിടുമോ? അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഓരോ നന്മകളുണ്ടല്ലോ, നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ നമുക്ക് അനുകൂലമായിട്ട് സാക്ഷി നിൽക്കും. തെറ്റ് ചെയ്താലും അങ്ങനെ തന്നെയാണ്, തെറ്റ് ചെയ്താലും അങ്ങനെ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കാൻ, അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കാൻ, ആ തെറ്റ് ചെയ്താൽ എല്ലാം അല്ലാഹു തആല കൊണ്ടുവരും. ദുനിയാവിൽ നമ്മുടെ നീതിപീഠത്തിന്റെ അവസ്ഥ എന്താ? ആർക്ക് കാശുണ്ട് അവന് രക്ഷപ്പെട്ടു, അവനക്ക് നീതിപീഠം കൂടെ നിൽക്കും അല്ലെ. പാവപ്പെട്ടവന്റെ കൂടെ ഇന്ന് ആരുമില്ല, അവനക്ക് പണക്കാരനില്ല, പോലീസുകാരനില്ല, മന്ത്രിയില്ല, ഒന്നും അവന്റെ കൂടെ ഇല്ല. പണക്കാരുടെ കൂടെ കയറി ഇറങ്ങാൻ 100 ആളുകളുണ്ട്. അല്ലാഹു തആല നമുക്കൊക്കെ നന്മ നൽകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ.